ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ കുഞ്ഞിയുടെ വീട്ടിൽ വന്നിട്ട് ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. ദിവസങ്ങൾ എത്ര പെട്ടെന്നാ പോകുന്നത്. ഞാൻ വിചാരിച്ച അബ്രോഡ് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സമയം പെട്ടെന്ന് പോകുന്നതെന്ന്. ഒരിക്കലും അല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഓരോ ദിവസവും എങ്ങനെ പോകുമെന്ന് എനിക്ക് പറയാൻ അറിയത്തതേ ഇല്ല. വന്നിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ നേരെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ സ്ഥലത്തേക്ക് ഓട്ടമായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് സമയം പെട്ടെന്ന് പോകുന്നതൊക്കെ തോന്നുന്നത്. ഇന്നും ഹോസ്പിറ്റലിൽ പോകണം അമ്മയും കൊണ്ട്. അതാണ് ഈ രാവിലെ പിടച്ചു കുത്തുന്നത്. ഹലോ, ഒരു ഗുഡ് മോർണിംഗ് പറയൂ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ. എത്ര നേരം ഹായ്, ഇത്ര നേരം നാഗവല്യ പോലെ ഇരുന്നതാ. ഹോസ്പിറ്റലിൽ പോവാൻ പോവാ. ഓക്കെ, അതുകൊണ്ടേ ബിസിയാ. ഈ കാണിക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. തലേന്ന് പോയി മുടി ഒന്ന് വെട്ടിയായിരുന്നു. അതിന്റെ ഷോ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അച്ചു. നമുക്കിനി താഴെ പോയി ഒരു ചായ കുടിച്ചിട്ടാവും ബാക്കി പരിപാടികളല്ലേ. കുഞ്ഞെ ഈ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ. അപ്പൊ ആരോ പാലുകാച്ചിന് പ്രസന്റേഷൻ കൊടുത്തതാണ് ഈ കൃഷ്ണന്. എനിക്ക് വല്ലാണ്ട് ഈ ഒരു സ്പേസിൽ ഇഷ്ടപ്പെട്ട ഒരു പുള്ളിയാണ് ഈ ഇരിക്കുന്നത്. എന്റെ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ എറണാകുളത്ത് വരുമ്പോൾ കുഞ്ഞിനോട് താമസിക്കുന്ന ഫ്ലാറ്റിലായിരുന്നു. കുഞ്ഞിക്ക് അന്നോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വീടായിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അത്യാവശ്യം വിറ്റൊക്കെ വേണം, ചെടികളൊക്കെ വെക്കണം എന്നുള്ളത്. എന്തായാലും ആ ആഗ്രഹം അങ്ങ് നടന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ അമ്മയടുത്ത് വരുന്ന ഉച്ചക്ക് കിടക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട്. എങ്ങോട്ടെങ്കിലും വന്നു പോകരുത്. മനുഷ്യർ സമാധാനത്തിൽ കിടക്കാനും സമ്മതിക്കില്ല. രാവിലെ വീഡിയോ എടുക്കുക. അപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് വന്നു. അമ്മയുടെ ഈ ഡയലോഗ് കേട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. അമ്മ വന്നതിന്റെ അന്നോട്ട് ഞാനും അച്ചുവും പറയാണെന്ന്. അമ്മ 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 ഒരു കാര്യമില്ലാതെ വിളിച്ചോണ്ട് നടക്കുമ്പോ അമ്മ എപ്പോഴും പറയും, ഈ പിള്ളേർ എനിക്കൊരു സമാധാനം തരത്തില്ലെന്ന്. ഇവിടെ വന്നപ്പോ അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് കിടന്ന് ഞങ്ങള് മേളത്തെ റൂമിലാണ് കിടന്നത്. അപ്പോഴത്തേക്കും ഞാൻ താഴെ വന്ന് അമ്മയടുത്ത് കിടക്കാന്ന് പറഞ്ഞ ആ ഒരു സംഭാഷണമായിരുന്നു അപ്പോൾ ആ കേട്ടത്. നമുക്കിങ്ങനെ ഹലോ ഗൈസ്, ആധികാരികമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്താ അമ്മ ഇപ്പോൾ ഒരു 4-5 തവണയെ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട്. കാരണം അമ്മയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഞങ്ങൾക്ക് 2 പേരും കൂടെ പോകണം. ഇവള് വരത്തില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഞാനും കുഞ്ഞേയും കൂടെ പോകുന്നുള്ളൂ. 11 മണിക്കാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ഇപ്പം എത്ര മണി? 8 മണിയായി. ഇരിക്കും കുറച്ച് നേരം കൂടെ ഇരിക്കും. പ്രകൃതി ആസ്വദിച്ചിട്ട് പോകും. കുറച്ച് നേരം. ആ, രാവിലെ തൊട്ട് വിളിക്കാൻ തുടങ്ങി. അമ്മുവേ അച്ചുവേ, അമ്മുവേ അച്ചുവേ, ഒരു ഞങ്ങളൊന്നും കേൾക്കാത്ത കണക്ക് ഇരിക്കുക. ഞങ്ങൾ ഈ ചുറ്റുപാട് നിരീക്ഷിക്കുകയാണ് ഗൈസ്. കാണിച്ചു തരാം. ഞങ്ങൾ ഈ പച്ചപ്പും മരുതാവയൊക്കെ ഉണ്ട്. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ എപ്പോഴാണെന്ന് അറിയത്തില്ല, പോരാളി വന്നിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നത് ദൈവത്തിനറിയാം. അമ്മ എന്തീരി അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ചു നേരം വേറെ ഉറച്ചപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ മേളി വന്ന് ഈ ഊഞ്ഞാലിരുന്ന് കുറച്ചു നേരം ആടിയിട്ട് സംസാരിച്ചിട്ട് ഒരുങ്ങാൻ പോവാന്ന്. അമ്മാമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതാ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വീട്ടില് വേറെ 2 ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, ഒന്നുതാ ഈ ഊഞ്ഞാലും, ഒന്നുതാ അപ്പുറത്ത് കിടക്കുന്ന ആട്ടുതൊട്ടിലുമാണ്. ഹോസ്പിറ്റലിൽ പോകാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ അമ്മേനെ നല്ല വഴക്ക് പറയാനുണ്ട്. എന്ത് ചെയ്യുവാണ് മാലാശ്രീ? ഒരുപാട് നേരം അവിടെ നിൽക്കുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നെനിക്ക് തോന്നിയപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് പോയി റെഡിയായി. ഗൈസ്, നമുക്ക് പൊട്ടും സമയമില്ല. 11 മണിക്ക് അപ്പോയിൻമെൻറ്റ്. ഇപ്പം തന്നെ മണി 10 അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറയുക. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ബാക്കിയുള്ളവരാരും റെഡിയല്ല. സോ ഞാൻ വിശ്രമിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഈ വീഡിയോ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ വിശ്രമിക്കുന്ന മാത്രമേ കാണാറുള്ളൂ അല്ലേ വെച്ചു? കൂടുതൽ അടിച്ചാൽ യൂട്യൂബിൽ ഇട്ടോളയും. എല്ലാം എടുത്താ ഇന്നലെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ചു നേരം ഡ്രൈവ് ഉണ്ടായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു കാണിച്ചിരുന്നത്. അങ്ങനെ അമ്മേനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അമ്മയ്ക്ക് 3 ഡോക്ടറിനെ കണ്ട് കാണണമായിരുന്നു. അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. കായ്സിലാണ് കുഞ്ഞ് കൊണ്ടുപോയത്. ഞാൻ എപ്പോൾ എറണാകുളത്ത് വന്നാലും കുഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുപോകും. കാരണം കുഞ്ഞൊക്കെ അറിയാം എനിക്ക് ഇവിടുത്തെ ബിരിയാണി വല്ലാണ്ട് ഇഷ്ടമാണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളത്ത് ബ്രോഡ്വേയിലാണ് പോയത്. അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനം വാങ്ങാനും
ഒരു വിളക്കൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പം ബ്രോഡ്വേ പോകാന്ന് പറഞ്ഞു. സമയം നല്ല രീതിയിൽ വൈകിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിക്ക് അലഞ്ഞു തിരിഞ്ഞു. അവസാനം ഞാൻ ക്ഷീണിച്ച്. അങ്ങനെ പച്ചക്കറിയും ചെരുപ്പും എല്ലാം വാങ്ങി വല്ലാണ്ട് ടയേർഡായി. ഇതിനിടെ എല്ലാ കടയിലും കയറി മിനിറ്റിന് വെള്ളവും കുടിക്കുന്നുണ്ട്. അവസാനം എല്ലാ പർച്ചേസും കഴിഞ്ഞ് എന്റെ ഫേസ് കണ്ടാ അറിയാം ഞാൻ എത്രത്തോളം ടയേർഡായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഷേക്ക് വേണം, ഷേക്ക് കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വെള്ളം കുടിച്ചിട്ട് ദാഹം ഒട്ടും തീരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഷേക്കോ എന്തെങ്കിലും തണുത്ത ഉള്ളി ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ ഷേക്കൊക്കെ കുടിച്ച് ഞങ്ങളുടെ യാത്ര, ഇന്നത്തെ ദിവസത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് പോരാഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനി എപ്പോഴത്തേക്ക് ആക്കണമെന്നുള്ള ഡിസ്കഷനാണ്. അതും ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ആയിട്ട് ഞാൻ താമസിയാതെ വരാം.